നമ്മളെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് കണ്ടാലോ. ഇതുപോലെ സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ല ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് റെസിപ്പി നോക്കാം. ഇതിനായി ഒരു 10-15 ചെറുപഴം നന്നായിട്ട് ഉടച്ചെടുക്കാം. വലിയ വലിയ കഷ്ണങ്ങളൊന്നും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 2 കപ്പ് ഗോതമ്പ് മാവും ഒരു നുള്ളു ഉപ്പും ചെറിയ ജീരകം 1 ടീസ്പൂണും ഒരു 1/2 കപ്പ് തേങ്ങ. 1/2 കപ്പ് മുതൽ 1 കപ്പ് തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവും. പിന്നെ ശർക്കര പാനി കാച്ചിയത് കുറച്ചായി ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നൊരു നാടൻ രുചിയാണ്. ഞാനൊക്കെ സിറ്റിയിൽ വളർന്നുകൊണ്ട് ഞങ്ങളതൊക്കെ കുറച്ചൊരു സിറ്റി ഏരിയയാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്ന സമയത്ത് പല വിഭവങ്ങളും എനിക്ക് പുതിയതായിരുന്നു. അപ്പം ഞാൻ ഉമ്മാനോട് ഇങ്ങനെ റെസിപ്പി ചോദിച്ചു വെക്കും. അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിന്ന് ഞാനിങ്ങനെ കണ്ടു പഠിക്കും. ആക്ച്വലി ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ശർക്കരപ്പാനിയും ഗോതമ്പും ഒക്കെ കുറച്ച് മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇങ്ങനെ മാറി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പ് ഗോതമ്പ് മാവും പിന്നെ ഒരു വലിയ ശർക്കര കട്ടിയില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണിയായിട്ടാണ് ശർക്കര ഉണ്ടാവുക. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ പിന്നെ കട്ടണം, അങ്ങനെ വലിയൊരു ബോളില്ലേ, ആ ഒരു ബോൾ ഞാൻ അലിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിന് വേണ്ടി ഏലക്കായ് ചേർക്കാം. ഞാൻ ഇവിടെ ഏലക്കായ് ചേർത്തിട്ടില്ല കേട്ടോ. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഈ കൺസിസ്റ്റൻസി ആയ സമയത്ത് നമ്മളിങ്ങനെ ചെറിയ ബോൾസാക്കി ഇങ്ങനെ തിളച്ച എണ്ണയിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഉള്ളൊക്കെ നല്ല വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിലാകുമ്പോൾ നല്ല രീതിയിൽ വെന്ത് വരും. അധികം എണ്ണ ഒന്നും കുടിക്കില്ല. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിടുക, എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് മീഡിയത്തിൽ കുക്ക് ചെയ്താൽ മതി. അടിപൊളി സ്നാക്സാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.